നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരോഗ്യം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് ശാരീരികമായ ആരോഗ്യം എന്നതാണ്. എന്നാൽ ഇതുപോലെ തന്നെ അതിൽ ഒരല്പം കൂടെ മുന്നിലായി നിൽക്കുന്ന ഒന്നാണ് മാനസികാരോഗ്യം. പലപ്പോഴും ചെറിയ ചെറിയ മാനസികാരോഗ്യം ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ തിരിച്ചറിയാതെ പോകുന്നുണ്ട്. ഇനി അഥവാ തിരിച്ചറിഞ്ഞാൽ തന്നെ ഇതിനായി പ്രത്യേകിച്ചൊരു ഡോക്ടറെ കാണേണ്ടത് ആവശ്യകതയെക്കുറിച്ച് നമ്മൾ അറിയുന്നില്ല. അറിഞ്ഞാൽ തന്നെ പോകാൻ മടിക്കുന്നു. പല കാരണങ്ങൾ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ മാനസികാരോഗ്യം പുറത്തു പറയാൻ മടിക്കുന്നത്? എന്താണ് മാനസികാരോഗ്യം? ഇതിൻ്റെ പ്രാധാന്യം എന്ത്? എല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് എറണാകുളം VPS ലേക്ക് ഷോർ ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റായ ഡോക്ടർ സേവിയർ ജോൺ പുളിക്കൽ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഡോക്ടർ, മാനസികാരോഗ്യത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ പലപ്പോഴും നമുക്കൊരു സംശയമാണ്. സാധാരണ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടന്നു പോകുമ്പോൾ നമുക്ക് കൃത്യമായ മാനസികാരോഗ്യമുണ്ട്, പിന്നെ പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ടോ? യഥാർത്ഥത്തിൽ എന്താണ് മാനസികാരോഗ്യം? ഈ WHO ഇതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഈ ചെറിയ ടെൻഷനില്ലായ്മ, വിഷാദമില്ലായ്മ, ഇതൊന്നും അല്ല മാനസികാരോഗ്യം. മാനസികാരോഗ്യം എന്ന് പറഞ്ഞാൽ ഇതിനെയൊക്കെ നേരിടാനുള്ള ഒരു മനക്കരുത്തും ശക്തിയും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആ മനുഷ്യനിലുണ്ടോ, അതാണ് മാനസിക. അതുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളും ടെൻഷനുകളും എല്ലാം നേരിടാൻ പറ്റും. ഇത് കുറച്ചൊക്കെ ടെൻഷൻ ഇല്ലായ്മ നല്ലതല്ല. കുറച്ച് ടെൻഷൻ വേണം. പഠിക്കുന്ന കുട്ടികളായാലും അവർക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടെങ്കിൽ നന്നായിട്ട് പഠിക്കും. കുറച്ചേ പാടുള്ളൂ. ഭയവും എല്ലാം ഒരു റെസ്പെക്റ്റൊക്കെ വരണമെങ്കിൽ ഒരു ഇമോഷൻസ് വേണം. ഒരു കോൾഡായി ഇരിക്കുന്നത് നല്ലതല്ല. അപ്പോൾ ഇത് മനുഷ്യരുടെ തെറ്റിദ്ധാരണ, ഇത് വിഷാദം ഉണ്ട്, ആരോഗ്യം പോകുന്നില്ല. കാരണം ഇപ്പോൾ ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ നാച്ചുറലായിട്ട് നമ്മളെല്ലാവരും കരയും. അത് നോർമലാണ്. അതെ, ഇപ്പോൾ കരയുമെന്നുള്ളത് നോർമലാണ്. എന്നാൽ പ്രിയപ്പെട്ട ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാലും വർഷങ്ങളോളം ഈ ഒരു മരണത്തിൻ്റെ ഇതിൽ ഇന്നലെ സംഭവിച്ചു എന്നതുപോലെ വല്ലാത്തൊരു അവസ്ഥയിൽ, മാനസികാവസ്ഥയിൽ പുറത്തു പോലും പോകാതെ കഴിയുന്ന ആളുകളുണ്ട്. അവിടെ ഒരു പ്രശ്നമാണ് അതല്ലേ? തീർച്ചയായിട്ടും. എപ്പോഴാണ് അതൊരു പ്രശ്നമായി വരുന്നത് അല്ലേ? എപ്പോഴാണ് ഇവരെ ചികിത്സിക്കേണ്ടത്, ഒരു വിദഗ്ധൻ്റെ അടുത്ത് പോകേണ്ടത്? അതിലോട്ട് പറയുകയാണെങ്കിൽ ഒരു മനുഷ്യൻ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു മനുഷ്യൻ നോർമലാണെന്ന് നമ്മൾക്ക് പറയണമെങ്കിൽ ഇത്രയൊക്കെ ഉണ്ടായാൽ മതി. 3 കാര്യങ്ങൾ. ഒന്ന്, സമയത്ത് ഉറങ്ങുക, എഴുന്നേൽക്കുക. ഒരു മനുഷ്യന് ഒരു 6 to 8 മണിക്കൂർ ഉറങ്ങുക, അത് തന്നെ ഒരു മാനസികാരോഗ്യം ഉള്ളതിൻ്റെ ലക്ഷണങ്ങളാണ്. സമയത്ത് ഭക്ഷണം കഴിക്കുക, ഇതൊക്കെ ബയോളജിക്കൽ നീഡ്സ് എന്ന് പറയും. അതുപോലെ നമ്മൾ മറ്റുള്ളവരായിട്ട് ആവശ്യത്തിന് സംസാരിക്കുക. കൂടുതലും സംസാരിക്കുന്നത് നല്ലതല്ല, കുറച്ചും സംസാരിക്കുന്നത് നല്ല, കറക്റ്റായിട്ട് സംസാരിക്കുക. പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു ജോലി ഉണ്ടായിരിക്കണം. ചെയ്യുന്ന ജോലി ഭംഗിയായിട്ട് ഒരു കാര്യം ഭംഗിയായിട്ട് എടുത്ത് ഭംഗിയായിട്ട് അവസാനിപ്പിക്കുക. എല്ലാം കൂടി എടുത്തു വെക്കുന്നതും നല്ലതല്ല, ചെയ്യാണ്ടിരിക്കുന്നതും നല്ലതല്ല. അപ്പോൾ ജോലി. പിന്നെ ലാസ്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഈ മനുഷ്യരായിട്ട് സംസാരിക്കണം, ഇടപെടുന്നത്. അങ്ങനെ 3 ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ ടെൻഷൻ്റെ അളവൊന്നും പ്രശ്നമല്ല. അപ്പോൾ ശരിയായി വലിയ കുഴപ്പങ്ങളില്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് അയാളെന്ന് പറയാം അല്ലേ? ഇത്തരം കാര്യങ്ങൾ കൃത്യമായി പോകുന്നത്. ഡോക്ടർ, നമ്മുടെ ഒരു കോളർ ഉണ്ട്. ഹലോ, നമസ്കാരം. ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ, ചോദിച്ചോളൂ. നമസ്കാരം. എന്റെ പേര് സുരേന്ദ്രൻ. ഡോക്ടറുണ്ട്, ചോദിച്ചോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ. ഡോക്ടർ, എനിക്കെന്ന് പറഞ്ഞ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, ഹലോ കേൾക്കുന്നുണ്ട്, ടിവിയിൽ ശ്രദ്ധിക്കണ്ട, ചോദിച്ചോളൂ. മിനിമം 3 hours മാത്രമേ എനിക്ക് ഉറക്കമുള്ളൂ. തുടക്കമാണോ അവസാനമാണോ? മിനിമം എന്ന് പറഞ്ഞാൽ 10 മണി തൊട്ട് 5 മണി. എത്രയാ 3 hours? ടിവിയിൽ ശ്രദ്ധിക്കണ്ട, ഫോണിൽ ശ്രദ്ധിച്ചോളൂ. ചിലർക്ക് ഉറക്കത്തിന് തുടക്കം കിട്ടാത്തവരുണ്ട്. ക്ഷീണവും തോന്നുന്നില്ല. എത്ര മണി തൊട്ട് എത്ര മണി വരെ പറയാവോ? ചിലപ്പം 11 മണി മുതൽ 2:30 വരെ ആയിരിക്കും. 2:30 കഴിഞ്ഞ് സൗണ്ട് സ്ലീപ്പ് പെട്ടെന്ന് ഉണരും, പിന്നീട് ഉറക്കം വരത്തില്ല. എന്നാൽ നെക്സ്റ്റ് ഡേ ഒരു ക്ഷീണവും തോന്നാറില്ല. ഓക്കെ. അപ്പോൾ സാധാരണ നിങ്ങൾ ഉറങ്ങുന്ന സമയം പറയൂ. 10 മണി ഉറങ്ങാൻ തുടങ്ങിയാൽ എത്ര മണിക്കാണ് സാധാരണ എഴുന്നേക്കുന്നത്? 6 മണിക്കോ 5:30ക്കോ? കേൾക്കുന്നില്ല. ഇതിന്റെ ഒരു പൊതുവായിട്ടുള്ള വളരെ ഞാൻ പറയാം. ഈ ടെർമിനൽ സ്ലീപ്ലെസ്നെസ് എന്ന് പറയും. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ മാതിരി 2 മണിയാകുമ്പോൾ എഴുന്നേക്കുന്നു. കാരണം
അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഉറങ്ങാനുള്ള ഹോർമോൺസുകൾ കുറഞ്ഞു പോകുന്നു. നമ്മൾ രാത്രി കണ്ണടച്ച് ഇരുട്ടത്ത് ഉറങ്ങണം എന്നാണ് സയൻറ്റിഫിക്കായിട്ട് പറയാണ്. ലൈറ്റുകൾ കണ്ണിലോട്ട് അടിക്കുന്തോറും നമ്മുടെ ഉറക്കത്തിൻ്റെ ഹോർമോൺസിൻ്റെ അളവ്, മെലറ്റോണിൻ സെക്രീറ്റഡ് ബൈ ദ പീനിയൽ ഗ്ലാൻഡ്, അതിങ്ങനെ കുറഞ്ഞു വരും. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുമാരെ 2 മണിയാകുമ്പോൾ എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതിൻ്റെ ഹോർമോൺസ് കുറവുണ്ട്. അത് ഈ വിഷാദ രോഗികൾക്ക് സാധാരണ ഒരു ക്ലാസിക്കൽ സൈനാണ് ടെർമിനൽ സ്ലീപ്ലെസ്നെസ് എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കുന്നതിൻ്റെ ഇപ്പോൾ 5 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരാൾ 2 മണിയാകുമ്പോൾ എഴുന്നേൽക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിനൊന്ന് പരിശോധിച്ച് നോക്കണം. ഉറക്കത്തിൻ്റെ ഗുളിക കൊടുത്ത ഉറക്കലല്ല, അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന വിഷാദം ഉണ്ടെങ്കിൽ അത് മാറ്റണം. 2 മണിയാകുമ്പോൾ എഴുന്നേറ്റ് ഉറക്കം വന്നില്ല എന്നൊക്കെ പ്രാർത്ഥിക്കുന്നവരൊക്കെ ഉണ്ട്. അത് സ്ഥിരമായിട്ടുണ്ടെങ്കിൽ ഒരു വിദഗ്ധനെ കാണുന്നത് നല്ലതാണ് അല്ലേ? ശരി, അതെ. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഹലോ, നമസ്കാരം. ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ ഡോക്ടർ, നമസ്കാരം. നമസ്കാരം. ഡോക്ടർ, ഞാൻ ഇവിടുന്ന് തലശ്ശേരിയാണ്, കണ്ണൂർ ഡിസ്ട്രിക്ട് തലശ്ശേരി. എന്താണ് സംശയം? സംശയം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഉറക്കക്കുറവിൻ്റെയാണ് പ്രശ്നം. ഉറക്കം ഇതേപോലെ തന്നെയാണ് പ്രോബ്ലം. 2 മണിക്ക് അല്ല ഞാൻ എണീക്കും രാത്രി. 2 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാനേ തീരെ പറ്റില്ല. പിന്നെ എനിക്ക് ഒരു കുറെ ബുക്ക് അത് ഇതൊക്കെ കുറച്ച് വായിച്ച് പിന്നെ കുറച്ച് ഞാൻ രാത്രി കുറച്ച് നടക്കും. നടക്കാൻ മീൻസ് എന്താ അറിയില്ല, എനിക്ക് തന്നെ കുറച്ചങ്ങോട്ട് നടന്നാൽ കുറച്ചൊരു ടയേർഡോ വേർപ്പോ ഒക്കെ വന്നാൽ പിന്നെയും കിടക്കും. പിന്നെ എനിക്ക് ഉറക്കം വരും. എത്ര വയസ്സുള്ള ആളാണ്? വയസ്സ് പറഞ്ഞാൽ 42. എന്താ ജോലി? ജോലി ഞാൻ ആശാരിപ്പണി. എത്ര ആശാരിപ്പണി? ഇതിപ്പോ തുടങ്ങിയിട്ട് ഏകദേശം 3-4 വർഷം. പിന്നെ എനിക്ക് വേറെ ഡൗട്ട് ഉണ്ട് ഡോക്ടറെ. ഈ സൈക്കോളജിസ്റ്റു ഈ സൈക്കാട്രിസ്റ്റ് ഞാൻ കാണിക്കേണ്ടത് കൺഫ്യൂഷൻ, രണ്ടും ഒന്ന് തന്നെയാണോ? ഓക്കെ, അതൊരു നല്ല ചോദ്യമാണ്. പലർക്കും ഉള്ള ഒരു സംശയമാണ്. സൈക്കോളജിസ്റ്റിനെ കാണേണ്ടത് എപ്പോൾ, സൈക്യാട്രിസ്റ്റിനെ കാണേണ്ടത്? അതെ. ഒരു സൈക്യാട്രിസ്റ്റ് എന്ന് പറഞ്ഞാൽ MBBS പാസ്സായി ഈ മാനസിക രോഗ വിദഗ്ധനാകണമെങ്കിൽ MD സൈക്യാട്രി പാസ്സായിരിക്കണം. അപ്പോൾ നമ്മൾ ഇത് സൈക്യാട്രിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഡോക്ടർമാർക്കുള്ള അറിവുകളും ഉണ്ടാകണം ചിലപ്പോൾ. കാരണം ഇപ്പോൾ ഒരു ഹൈപ്പോതൈറോയിഡിസം ഉള്ളൊരു സ്ത്രീക്ക് വിഷാദ രോഗം ഉണ്ടാകാം. അപ്പോൾ ഹൈപ്പോതൈറോയിഡിസം ചികിത്സിച്ചാൽ വിഷാദ രോഗം പോവും. ഇപ്പോൾ ഈ ഉറക്കക്കുറവ് എന്നൊക്കെ പറഞ്ഞാൽ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിപ്പോൾ വിഷാദ രോഗത്തിൻ്റെ ഒരു ഫലമാകാം. ഒരാൾ ഇപ്പോൾ നമ്മുടെ ക്ലോക്ക് തലയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന മാതിരിയാണ്. ഇപ്പോൾ അമേരിക്കയിലിരിക്കുന്ന ഒരു ഉറങ്ങുന്ന ക്ലോക്ക് സെറ്റിങ്ങും നമ്മുടെ ഇന്ത്യക്കാർക്കൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കി കറക്റ്റ് ഏത് വിദഗ്ധൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും, ഇപ്പോൾ ജെനറ്റിക്സ് കാര്യങ്ങളും ബയോളജിക്കൽ കാര്യങ്ങളും സൈക്കോളജിക്കൽ പ്രോബ്ലം സോഷ്യൽ പ്രോബ്ലം എല്ലാം കൂടി കൂടിയതാണ് ഒരു മാനസിക ആരോഗ്യം. അപ്പോൾ ഇതെല്ലാം അറിയാവുന്ന പഠിച്ച ഒരാളാണ് സൈക്യാട്രിസ്റ്റ്. പിന്നെ സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ വീട്ടിലിപ്പോൾ എന്തെങ്കിലുമൊക്കെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, അത് പറഞ്ഞ് അവസാനിപ്പിക്കുക. അതെങ്ങനെ ഉണ്ടായി, അതെങ്ങനെ ചികിത്സിക്കാം. അപ്പോൾ ഇതിന് ഇപ്പം ഒരു ഭാര്യയും ഭർത്താവും കൂടി വഴക്കിട്ടിരിക്കുന്നു, അവർ 2 മുറിയിലാണ് കിടക്കാൻ തുടങ്ങിയിട്ട് വഴക്കിട്ട് മിണ്ടാതെയിട്ട് 2-3 ആഴ്ചകളോളം മിണ്ടാതിരിക്കുന്നു. അപ്പോൾ അവരെ വിളിച്ചിരുത്തി എന്തുകൊണ്ടാണെന്ന് ചോദിക്കുക. അപ്പോൾ അവർ പറയും ഇന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ വിഷമിപ്പിച്ചു അതുകൊണ്ടാണെന്ന്. പക്ഷേ അപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് ചെയ്യുന്നത് ആ ഒരു സ്ട്രെസ്, ആ ഒരു സെപ്പറേഷൻ, അതെല്ലാം പറഞ്ഞു തീർക്കുക. അതാണ് രണ്ടുപേരുടെയും വശങ്ങൾ കേട്ട് ഒരു പരിഹാരം നിർദ്ദേശിക്കുക. അത് തന്നെ. അപ്പോൾ ഇതൊരു സമഗ്രമായ ഡോക്ടറും സൈക്കോളജിസ്റ്റും സോഷ്യൽ വർക്കേഴ്സും നഴ്സസും എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഒരു രോഗിയെ ചികിത്സിക്കുന്നത്. ഓക്കെ ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമ്മുടെ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, നമസ്കാരം. ഡോക്ടർ ലൈവ് ആണ്, ഡോക്ടറോട് സംസാരിച്ചോളൂ. നമസ്കാരം. ഓർക്ക ചോദിച്ചോളൂ. എവിടെന്നാ? കോട്ടയം? കൊല്ലം. ആ, പറഞ്ഞോളൂ. എന്റെ ഒരു സംശയം, എനിക്ക് ഈ പ്രാർത്ഥിക്കാനായിട്ട് പള്ളിയിലൊക്കെ നിൽക്കുമ്പോ ആ പ്രാർത്ഥനയിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓപ്പോസിറ്റ് ആയിട്ട് ചിന്തയാണ് മനസ്സിൽ. അത് ഭയങ്കര ടെൻഷൻ ഉണ്ടാകുന്ന സംഭവം. ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യാൻ തോന്നുന്നു, മനസ്സിൽ വരുന്നു. മനസ്സിൽ ഇങ്ങനെ ചിന്ത വരും. നമ്മൾ പേടിച്ചല്ലേ നിൽക്കുന്നത് ദൈവത്തിന്റെ മുമ്പിൽ. ആ നല്ല ചിന്തകളെല്ലാം ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചിന്തയായിട്ട്. അപ്പൊ പ്രാർത്ഥന മാറിപ്പോകുന്നു അല്ലേ? മാറിപ്പോകുന്നു.
ഇതുപോലുള്ള ഒരുപാട് പേഷ്യൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ഇതുപോലെ നൺ സിസ്റ്റേഴ്സ് ആയിരിക്കും. ബൈബിൾ എടുത്ത് തുറക്കുമ്പോൾ വേറെ വൃത്തികെട്ട ചിന്താഗതികൾ വരുന്നു. പിന്നെ പഠിക്കുന്നവരും എൻജിനീയർമാരൊക്കെ കുട്ടികളൊക്കെ ഇപ്പോൾ ചെറുപ്പത്തിലേ ഇതിന് ഒബ്സഷൻസ് എന്നാണ് പറയുന്നത്. ഈ ചിന്തകൾ മനസ്സിലോട്ട് കയറി വരുന്നു. ഇപ്പോൾ ഇദ്ദേഹത്തിന് തന്നെ അറിയാം അത് പുള്ളിക്ക് ഇഷ്ടമില്ലാത്ത ചിന്തയാണെന്നും വേണ്ടാത്ത പുള്ളിക്ക് ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ട് അത് കയറുന്നത് കൊണ്ട്. അപ്പോൾ റിപ്പീറ്റഡ് തോട്ട്സ് തലയിലോട്ട് വരിക, വേണ്ടെന്ന് വെച്ച് ഉന്തിക്കളയാൻ ശ്രമിച്ചാലും അത് നമ്മളെ അത് തകർത്ത് ഉള്ളിൽ വരുന്ന ആങ്സൈറ്റി ഉണ്ടാക്കുന്നതാണ് ഒബ്സഷൻസ്. അപ്പോൾ അതിന് ശരിക്കും നമ്മുടെ മെൻ്റൽ പവർ ഇച്ചിരി കൂട്ടുകയാണെങ്കിൽ ആ ചിന്തകളെ നമുക്ക് ഉന്തി കളയാൻ പറ്റും. അപ്പോൾ അതിന് ഒരുപാട് വിഷമം ഉണ്ടെങ്കിൽ അതിന് മെൻ്റൽ പവർ ഹാപ്പി കെമിക്കൽസ് എന്നൊക്കെ പറഞ്ഞ് സെറട്ടോണിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്. അത് കഴിച്ചു കഴിഞ്ഞാൽ ഈ മെൻ്റൽ പവർ കൂടും. അപ്പോൾ അത് കഴിച്ചു കഴിയുമ്പോൾ ഈ ചിന്തകളെ ഉന്താൻ പറ്റും. പിന്നെ നല്ല കാര്യങ്ങളിൽ വേറെ കുറേ മെത്തേഡ്സ് ഉണ്ട് അത് കളയാനായിട്ട്. നല്ല കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുക, ഷട്ടിൽ കളിക്കുക, ഇങ്ങനെയൊക്കെ പല പല ഫിസിക്കൽ മെത്തേഡ്സ് ഉണ്ട്. ബിഹേവിയർ മാനേജ്മെൻറ്റും ഉണ്ട്. സ്വയം പരിഹരിക്കാൻ ശ്രമിക്കാം അല്ലേ ഒരു പരിധി? തീർച്ചയായിട്ടും. അടുത്തൊരു കോളിലേക്ക് പോകണം. ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ചോദിച്ചോളൂ. ഡോക്ടർ, ഞാൻ വിളിച്ചത് ഒരു കോമൺ സംശയം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ ആലപ്പുഴ മുഹമ്മയിൽ നിന്ന് വിളിക്കുകയാണ്. മുഹമ്മയിൽ നിന്ന് വിളിക്കുക, ആലപ്പുഴ. എന്താണ് സംശയം? സാർ, നമ്മളെ ഛർദിൽ വരുമ്പോൾ കൊടുക്കുന്ന ഓണ്ടാൻസിട്രോൺ മെഡിസിൻ ഉണ്ടല്ലോ, അത് ആക്ച്വലി ഞാൻ അറിഞ്ഞിരിക്കുന്നത് നമ്മുടെ സെറോട്ടോണിൻ ഹോർമോണിനെ ബ്ലോക്ക് ചെയ്യുകയാണെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് വിഷാദ രോഗികൾ ആ മെഡിസിൻ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അവരുടെ രോഗം കുറച്ചുകൂടി വേഴ്സ് ആവത്തില്ലേ സാർ? ചില മരുന്നുകളുണ്ട്, അത് കഴിച്ചാൽ ഈ ഡിപ്രഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതകളുള്ള മരുന്നുകളുണ്ട്. ഈ ബീറ്റ ബ്ലോക്കേഴ്സ്, അങ്ങനെ സിപ്ല എന്നൊക്കെ പറഞ്ഞ മരുന്ന്. പക്ഷേ ഇതെല്ലാം ഒരു താൽക്കാലികമായിട്ട് എല്ലാവരിലും ഒന്നും ഉണ്ടാക്കണമെന്നില്ല, എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ചിലവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന് ഒരു പ്രീഡിസ്പോസിങ് ഫാക്ടേഴ്സ് ഉള്ള ആൾക്കാർക്ക് ഇതുണ്ടാവുള്ളൂ. ഇപ്പോൾ സ്റ്റീറോയിഡ്സ് ICU കിടക്കുന്ന പേഷ്യൻസിനൊക്കെ നമുക്ക് കൊടുക്കേണ്ടി വരും. കൊടുക്കുമ്പോൾ അത് സൈക്കോസിസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. എന്നാലും നമുക്കത് ഒരു കൊടുക്കേണ്ട സമയത്ത് അത്യാവശ്യമാണെങ്കിൽ കൊടുക്കണം. പക്ഷെ അതിൽ നിന്നൊക്കെ തരണം ചെയ്ത് പോകാം കേട്ടോ. കാരണം ഈ TBയുടെ മരുന്ന് INH പേടി ഉണ്ടാക്കാറുണ്ട്. പനി വരുമ്പോൾ നമുക്കൊക്കെ പേടി വരും. ഇതെല്ലാം പനി മാറുമ്പോൾ പേടിയും പോവും. അപ്പോൾ അതൊരു സ്ഥിരമായ ഒരു മാനസിക രോഗം ഉണ്ടാക്കുകയില്ല. ഡോക്ടർ, ഇപ്പോൾ ശാരീരികമായ പ്രശ്നങ്ങൾ, നിസ്സാര ഒരു മുള്ളു കൊണ്ടാൽ പോലും അതിന് ഡോക്ടറെ കാണാൻ പോകാനോ അത് പുറത്തു പറയാനോ നമുക്ക് യാതൊരു മടിയില്ല. ചെറിയ പ്രശ്നമാണ് എങ്കിൽ പോലും. പക്ഷെ മനസ്സിൻ്റെ ഒരു പ്രശ്നം, ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും ഒരു വിദഗ്ധൻ്റെ അടുത്ത് പോകുക എന്നത് രഹസ്യമായി ചെയ്യുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും മടിച്ച് ഇത് നീട്ടിവെച്ച് അസുഖം കൂടുതൽ വഷളാവുന്ന അവസ്ഥയുണ്ട്. എന്തുകൊണ്ട് ഇത് സംഭവിക്കും? നല്ല ക്വസ്റ്റ്യൻ. കാരണം ഇതാണ് നമ്മുടെ ജനങ്ങളോട് ഇന്നത്തെ പ്രോഗ്രാമിന് എനിക്ക് താല്പര്യം. ഈ ഫോറിൻ കൺട്രി വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു മാനസിക രോഗ വിദഗ്ധനെയോ മനഃശാസ്ത്രജ്ഞനെയോ ആരെ കാണാനോ ഒരു മടി, ഒരു ഭയം, സ്റ്റിഗ്മയാണ് അതിൻ്റെ പ്രശ്നം. ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ കൊളസ്ട്രോളിനെ കുറിച്ചും ഹാർട്ടിനെ കുറിച്ചും ഒക്കെ എല്ലാവരും അപ്പം പോയി ഡോക്ടർമാരെ കാണാറുണ്ട്. മാനസിക രോഗികളെ, മാനസിക പ്രശ്നങ്ങളുള്ളവർ മനഃശാസ്ത്രജ്ഞൻ്റെ അടുത്തോ മാനസിക രോഗ വിദഗ്ധൻ്റെ അടുത്ത് പോകാൻ മടിക്കുന്നു. അതാണ് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കുമിഞ്ഞുകൂടി. ഇപ്പോൾ ഫോറിൻ കൺട്രീസിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അവർ ചെറിയ ഒരു മിസ്ബിഹേവിയർ കാണുമ്പോൾ തന്നെ അവർ ചെന്ന് സംസാരിച്ച് പ്രോബ്ലങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യും. നമ്മളുടെ ഇവിടെ അടിച്ച് പൊളിച്ച് ഡൈവേഴ്സോ അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് എല്ലാം കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരു ആത്മഹത്യ ചെയ്യുന്ന ഒരു അറ്റംപ്റ്റ് നടത്തുമ്പോഴാണ് ഹോസ്പിറ്റലിൽ വരിക. അതൊക്കെ മാറേണ്ട സമയമായി. കാരണം പനിയും ജലദോഷം പോലെ തന്നെയാണ് മാനസിക പ്രശ്നങ്ങളും. അടുത്തൊരു കോളിലേക്ക് പോകണം. ഹലോ. നമസ്കാരം. സംസാരിച്ചോളൂ. തിരുവനന്തപുരം ജില്ലയിലെ പാലോട് നിന്നാണ് വിളിക്കുന്നത്. എന്റെ ഹസ്ബൻഡിന്റെ അമ്മയ്ക്ക് വിഷാദ രോഗമുണ്ട്. പുള്ളിക്കാരി ചികിത്സയിലാണ്. എത്ര വയസ്സ്? 60 വയസ്സുണ്ട്. പുള്ളിക്കാരി ഉറക്ക ഗുളിക കഴിച്ചിട്ടാണ് ഉറങ്ങുന്നില്ല, പക്ഷെ ഉറക്ക ഗുളിക കഴിക്കുന്നുണ്ട്. ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു വലിയ മിസ്റ്റേക്ക് ഉണ്ട് ഇതിനകത്ത്. ഈ വിഷാദ രോഗത്തിന് ഉറക്ക ഗുളിക അല്ല ചികിത്സ. കാരണം നമ്മളിപ്പോൾ ഈ മദ്യപാനികൾ വിഷമം വരുമ്പോൾ പോയി കുടിക്കുന്നത് പോലെ തന്നെയാണ് ഈ ഉറക്ക ഗുളിക. ഇപ്പോൾ പനി വന്നാൽ പനിയുടെ ടാബ്ലറ്റ് മാത്രം കഴിച്ചാൽ പോരാ. ഇതിൻ്റെ ഉള്ളിലൊരു കോസ് ഉണ്ടാവും.
എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഉറക്കം വരാത്തത് ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യത്തെ ക്വസ്റ്റ്യൻസിൽ ഈ ഉറക്കം വരാത്തത് എന്തോ ഒരു അസുഖത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഇപ്പോൾ ഒരുപാട് ടെൻഷനുള്ള ഒരാൾ ഉറക്കത്തിലോട്ട് പോകാനാണ് വിഷമം, അതാണ് ഇനീഷ്യേറ്റ് ചെയ്യാൻ. ഈ വിഷാദ രോഗികൾ ഈ 2 മണിയാകുമ്പോൾ എഴുന്നേക്കും. ഇനി ഈ ഉറങ്ങണ മരുന്ന് മാത്രം കൊടുക്കുന്നത് ഒട്ടും നല്ലതല്ല, കാരണം അതൊരു അബ്യൂസ്, ഒരു ഒരു അഡിക്ഷൻ ഉണ്ടാക്കും ആ ഉറക്കത്തിൻ്റെ മേൽ. പക്ഷേ നമ്മൾ കൊടുക്കേണ്ടത് ശരിക്കും അവർക്ക് മനസ്സിന് സന്തോഷവും ഉന്മേഷം വരാനുള്ള മരുന്ന്, അത് അഡിക്ഷൻ ഉണ്ടാക്കുകയില്ല. അതാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമ്മൾ ഒരു പ്രശ്നം വരുമ്പോൾ കിടന്നുറങ്ങുകയോ അല്ലെങ്കിൽ അതൊന്നുമല്ല, അതിനെ തരണം ചെയ്യാനുള്ള ശക്തി ഉണ്ടാകുന്ന മരുന്നോ അല്ലെങ്കിൽ എക്സസൈസോ അല്ലെങ്കിൽ അതുപോലുള്ള പല പല സൈക്കോളജിക്കൽ മെത്തേഡ്സ് ഉണ്ട്. ഒരു പരിധി വിട്ട് പോയാൽ അവരെ മരുന്ന് തന്നെ കൊടുക്കുക. ഡോക്ടർ, മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ദാമ്പത്യത്തിൽ കണ്ടുവരുന്ന ഒരു വലിയ പ്രശ്നമാണ് സംശയം. 2 ചോദ്യങ്ങളാണുള്ളത്. ഒന്ന്, ഈ സംശയം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഹസ്ബൻഡിൻ്റെ വൈഫിൻ്റെ ഇടയിൽ ചില സംശയങ്ങളും ഭർത്താവിനെ ഭാര്യയ്ക്ക് സംശയം, അതൊക്കെ സാധാരണ ചെറിയ ചെറിയ കലഹങ്ങൾ, അതൊരു അസുഖമാക്കാനുണ്ടോ, എനിക്കുണ്ടല്ലോ അപ്പുറത്തുള്ളവർക്കും ഉണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ എപ്പോഴാണ് സംശയം ഒരു രോഗമായി നമ്മൾ കാണേണ്ടത്? 2, ഇത് കൃത്യമായി ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതിൻ്റെ ഒരു കാരണം, വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ചലച്ചിത്രം, പേര് പറയുന്നില്ല, അതിലെ ഒരു സംശയരോഗിയാണ് ഭർത്താവ്. എല്ലാം കഴിഞ്ഞ് വളരെ കൃത്യമായി ചികിത്സകളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് അവസാനം ഒരു മെസ്സേജ് എന്നുള്ള നിലയ്ക്ക് ആ ചലച്ചിത്രം പറയുന്നത് ഇയാൾ ഏറ്റവും അവസാനം ഭാര്യയ്ക്ക് പുറകെ വീണ്ടും പോകുന്ന ഒരവസ്ഥയാണ്. അതായത് സംശയ രോഗത്തിന് നമുക്ക് ചികിത്സയില്ല എന്നുള്ളത്. അപ്പോൾ അത് എത്രത്തോളം ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണ് എന്നുള്ളത് 2 ചോദ്യം. വെരി ഗുഡ്. ഈ സംശയം എന്ന് പറഞ്ഞാൽ ഡെലൂഷൻസ് ഓഫ് പെർസിക്യൂഷൻ എന്ന് പറയും. ഡെലൂഷനെയാണ് സംശയം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ തെറ്റായ കാര്യങ്ങളിൽ ഉറച്ച വിശ്വാസം. ഇപ്പോൾ ഒരു ഭർത്താവിന് ഭാര്യയെ സംശയം, അതാണ് ചുറ്റും അരിപ്പൊടിയൊക്കെ ഇട്ട്, വീടിൻ്റെ ചുറ്റും അരിപ്പൊടി ഇട്ട് വെച്ചിരിക്കുകയാണ്, അതിൽ കൂടി ആരെങ്കിലുമൊക്കെ നടന്നു പോകുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഭർത്താവ് ചെയ്യുകയാണ്. പിന്നെ ഇലക്ട്രിക്കൽ ലൈനൊക്കെ വലിക്കാറുണ്ട്. എന്നിട്ട് ഈ ചെരുപ്പുകളൊക്കെ പോയി പൊക്കി നോക്കുക എൻ്റെ ഭാര്യേനെ. ഇങ്ങനെയുള്ള കുറേ സംശയം. ഇപ്പോൾ വീട്ടിലോട്ട് നേരെ വഴിയുണ്ടെങ്കിലും പുറയിലൂടെ സ്വിമ്മ് ചെയ്ത് വന്ന് വീട്ടിൽ കയറുന്ന ഹസ്ബൻഡ്സ് വരെ ഉണ്ട്, ചെക്കിങ്. അപ്പോൾ ഇത് ഞങ്ങൾ ഇഷ്ടംമാരെ കാണുന്നുണ്ട്. ഇത് ചികിത്സിച്ച് മാറ്റാൻ മരുന്നുകളുണ്ട്, വളരെ നല്ല മരുന്നുകളുണ്ട്. ഇതിനാണ് ഈ ആൻറ്റി സൈക്കോട്ടിക് മെഡിക്കേഷൻ എന്ന് പറയുന്നത്. പണ്ടുള്ള മെഡിസിൻ, ഇപ്പോൾ ക്ലോർപ്രമസിൻ എന്ന് പറഞ്ഞാൽ 1950 തുടങ്ങിയ മെഡിസിനാണ്. ഇപ്പോൾ വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മരുന്നുകൾ, ലൂറാസിഡോൺ എന്നൊക്കെ പറഞ്ഞ് മരുന്നുണ്ട്. അതൊന്നും കഴിച്ചാൽ അറിയേ പോലും ഇല്ല. അപ്പോൾ ആൾക്കാർക്ക് കുറച്ച് സ്റ്റിഗ്മയുള്ളത് ആദ്യത്തെ മരുന്നുകൾ കഴിക്കുമ്പോൾ തൂങ്ങിയിരിക്കും. അപ്പോൾ അതുകൊണ്ട് മനുഷ്യർക്കൊരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. ഇപ്പോഴുള്ള മരുന്നുകൾ കഴിച്ചാൽ അറിയേ പോലുമില്ല. അവരുടെ സംശയം എന്ന് പറഞ്ഞാൽ ഈ ചിന്തകൾ കൂടി വരുന്ന ഒരു രോഗമാണ്. അപ്പോൾ അത് മരുന്ന് കൊടുത്ത് കുറയ്ക്കുകയും ഒരു 2-3 ആഴ്ച ഈ റെസ്പിരിഡോൺ ഇങ്ങനെയുള്ള മരുന്നുകൾ വെച്ച് സംശയം കുറയും. സംശയം കുറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ അപ്പോൾ പറയും, എനിക്ക് ചുമ്മാ തോന്നിയതായിരുന്നു, അവളെ ഇങ്ങനെ സംശയിക്കണ്ട. പിന്നെ ഇപ്പോൾ കോടതിയിലൊക്കെ എന്നോട് ചോദിക്കും, ഇയാൾക്ക് ഇനി ഈ കുടുംബജീവിതം നയിക്കാവോ എന്ന്. അപ്പോൾ ഞാൻ പറയുന്നത്, ചെറുതായിട്ട് ചില രോഗങ്ങളുണ്ടെങ്കിൽ, ചിലപ്പോൾ ഡയബറ്റീസ് പോലെ ചെറുതായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ട് ഇരിക്കേണ്ടി വരും. ഓക്കെ ഡോക്ടർ, നമ്മുടെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എനിക്കറിയാം ഒരുപാട് പറയാനുള്ള ഒരു ടോപ്പിക്കാണ്, മറ്റൊരു അവസരത്തിലാകാം. വളരെയധികം നന്ദി ഡോക്ടർ. ഡോക്ടർ ലൈവിൻ്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.